കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഒരിടത്തൊരിടത്ത് ഒരു മുയലമ്മയുണ്ടായിരുന്നു. മുയലമ്മയെ നമുക്ക് മിസ്സസ് റാബിറ്റ് എന്ന് വിളിക്കാം. മുയലമ്മയ്ക്ക് 4 മുയൽക്കുട്ടികള്: ഫ്ലോപ്സി, മോപ്സി, കോട്ടൺ ടെയിൽ, പീറ്റർ. ഇക്കൂട്ടത്തിൽ ചേട്ടൻ ആരാണെന്നറിയോ? പീറ്റർ. ആളൊരു കുട്ടിക്കുറുമ്പനുമാണ്. 4 മുയൽക്കുഞ്ഞുങ്ങളും അവരുടെ അമ്മ മിസ്സസ് റാബിറ്റും ഒരു മരത്തിന് താഴെ ഒരു മാളത്തിലാണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം അമ്മ ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങി. കുട്ടികൾക്ക് ബ്രെഡും സാധനങ്ങളും ഒക്കെ വാങ്ങണം. അമ്മ മക്കളെ 4 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, അമ്മ ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. നിങ്ങൾ സുരക്ഷിതരായിരിക്കണേ. അമ്മേ, ഞങ്ങൾ കളിക്കാൻ പൊക്കോട്ടെ? ഫ്ലോപ്സി ചോദിച്ചു. കളിക്കാൻ പൊക്കോളൂ. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദേ, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആ കൃഷിക്കാരന്റെ കൃഷിയിടത്തിലൊന്നും പോയേക്കരുത്. അതെ, അപകടം പിടിച്ച സ്ഥലമാ. എന്താണ് അമ്മ അങ്ങനെ പറഞ്ഞെന്നറിയോ? മുമ്പൊരിക്കൽ മുയൽക്കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഈ കൃഷിയിടത്തിൽ പോയി. പക്ഷെ അവിടെ വെച്ച് അദ്ദേഹത്തിന് അപകടം പറ്റി. അതുകൊണ്ട് പിന്നീട് അമ്മ മുയൽക്കുഞ്ഞുങ്ങളെ ആരെയും ആ കൃഷിയിടത്തിൽ പോകാൻ അനുവദിക്കില്ല. എന്നാൽ നമ്മുടെ കുട്ടിക്കുറുമ്പൻ പീറ്റർ ഉണ്ടല്ലോ, പീറ്ററിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഈ കൃഷിയിടം. മക്ഗ്രഗർ എന്ന കൃഷിക്കാരൻ അവിടെ ഒരുപാട് പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പീറ്ററിന് ഏറ്റവും ഇഷ്ടമുള്ള റാഡിഷുമുണ്ട്. അതുകൊണ്ട് അവിടെ പോയാൽ വയറ് നിറയെ റാഡിഷ് അകത്താക്കാം. ഇതവന് ഏറെ ഇഷ്ടമുള്ള കാര്യമാ. അതുകൊണ്ട് തന്നെ അമ്മ പ്രത്യേകം പറഞ്ഞു, പീറ്റർ, നീ ഒരു കാരണവശാലും അങ്ങോട്ട് പോയേക്കരുത്. ഇല്ലമ്മേ, ഞാൻ അമ്മ പറയുന്ന പോലെ കേൾക്കാം എന്ന് പറഞ്ഞു നമ്മുടെ കുട്ടിക്കുറുമ്പൻ പീറ്റർ. കുറച്ചു നേരം കഴിഞ്ഞ് മുയൽക്കുഞ്ഞുങ്ങൾ 4 പേരും കൂടി പുറത്തേക്കിറങ്ങി. പോകുന്ന വഴിക്ക് അതാ ബ്ലാക്ക്ബെറീസ്. ചെടിയിൽ നിറയെ ബ്ലാക്ക്ബെറീസ്. മുയൽക്കുഞ്ഞുങ്ങൾക്ക് അത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഫ്ലോപ്സിയും മോപ്സിയും കോട്ടൺ ടെയിലും ഒക്കെ സന്തോഷത്തോടുകൂടി ബ്ലാക്ക്ബെറീസ് ശേഖരിക്കാൻ പോയി. എന്നാൽ നമ്മുടെ പീറ്ററിന് ബ്ലാക്ക്ബെറീസ് അത്ര ഇഷ്ടമല്ല. ആ തക്കത്തിന് നമ്മുടെ പീറ്റർ ഒരൊറ്റോട്ടം വെച്ചു കൊടുത്തു. എങ്ങോട്ടായിരിക്കും പോയത്? അത് തന്നെ, മിസ്റ്റർ മക്ഗ്രഗറിന്റെ തോട്ടത്തിലേക്ക്. അവിടെ ചെന്ന്, ഹായ് റാഡിഷസ്, എത്ര വേണമെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ റാഡിഷ് പറിച്ച് കഴിക്കാൻ തുടങ്ങി. കറംപുറും 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 എന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴുണ്ട് നമ്മുടെ കൃഷിക്കാരൻ മക്ഗ്രഗർ വരുന്നു. ആരാത്? ഈ മുയൽക്കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റല്ലോ, നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് മക്ഗ്രഗർ നമ്മുടെ പീറ്ററിന്റെ പിന്നാലെ പാഞ്ഞു. പീറ്റർ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഓടിച്ചെന്നപ്പോഴതാ ഒരു വല. ആ വലയിൽ നമ്മുടെ പീറ്റർ കുടുങ്ങി. അയ്യോ, ഞാനിനി എങ്ങനെ രക്ഷപ്പെടും? ഞാനിനി എന്ത് ചെയ്യും? വലയിൽ കുടുങ്ങി എന്ന് പറഞ്ഞ് ആകാശത്തേക്ക് നോക്കിയപ്പോഴുണ്ട് കുറച്ച് കിളികൾ പറന്നു പോകുന്നു. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടോ? ഞാൻ ദേ കുടുങ്ങി, വലയിൽ കുടുങ്ങി, ഒന്നെന്നെ രക്ഷിക്കൂ എന്ന് പീറ്റർ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കിളികളുണ്ടല്ലോ, അവര് വളരെ കൈൻഡ് ആയിട്ടുള്ള കിളികളാ, നല്ല കിളികളാ. അവര് പെട്ടെന്ന് താഴെ വന്ന് ആ വല കുത്തിയെടുത്ത് മാറ്റി. നന്ദി കൂട്ടുകാരെ എന്ന് പീറ്റർ പറഞ്ഞു. അപ്പോഴേക്കുമുണ്ട് നമ്മുടെ കൃഷിക്കാരൻ ദേ ഓടി വരുന്നു. നിക്കടാ അവിടെ മുയലച്ച എന്ന് പറഞ്ഞുകൊണ്ട് പീറ്റർ അയ്യോ എന്ന് പറഞ്ഞ് വീണ്ടും ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഓടിക്കേറിയത് എങ്ങോട്ടാണെന്നറിയോ? കൃഷിക്കാരൻ തന്റെ പണി സാധനങ്ങളൊക്കെ വച്ചിരിക്കുന്ന ഒരു ഷെഡിനകത്തേക്ക്. അവിടെ അദ്ദേഹം ഒരു പാത്രം നിറയെ ഐസിട്ട വെള്ളം വെച്ചിരുന്നു. നമ്മുടെ മുയലച്ചൻ ഇതറിയാതെ ചെന്ന് ഒരൊറ്റച്ചാട്ടം പ്ലും വെള്ളത്തിനകത്തേക്ക്. അയ്യോ, എന്തൊരു കിടങ്ങൽ! അയ്യോ അയ്യോ, എന്താ ചെയ്യും? വല്ലവിധേനയും അവൻ ആ ബക്കറ്റിനുള്ളിൽ നിന്നും വെളിയിൽ കടന്നു. അവന് തണുത്തിട്ട് വയ്യ.
അപ്പോഴേക്കും കൃഷിക്കാരൻ ആ ഷെഡിലെത്തി. കൃഷിക്കാരനെ കണ്ടതും വീണ്ടും നമ്മുടെ പീറ്റർ സർവശക്തിയും എടുത്തോടി. അങ്ങനെ ഓടിപ്പോകുന്നതിനിടയിൽ അതാ ഒരു പൂച്ച മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പൂച്ച ഇരിക്കുന്നു. അയ്യോ, ഞാൻ പെട്ടു, ഈ പൂച്ച ഇപ്പൊ എന്നെ പിടിച്ചു തിന്നും. അയ്യോ, എന്ത് ചെയ്യും? ശബ്ദമുണ്ടാക്കാതെ പോകാം. പീറ്റർ ശബ്ദമുണ്ടാക്കാതെ നടന്നു പോയി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ വേഗത്തിൽ ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും അവൻ ഒരു ഗേറ്റ് കണ്ടു. രക്ഷപ്പെട്ടു, പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പീറ്റർ ഓടി വെളിയിലെത്തി. അമ്മേ, തളർന്നു പോയേ, അയ്യോ വയ്യ. അപ്പോഴാണ് വേറൊരു പ്രശ്നം. വയറുവേദന. ഇത്രയും റാഡിഷ് കഴിക്കണ്ടായിരുന്നു, പീറ്റർ മുയലച്ചൻ പറഞ്ഞു. റാഡിഷ് കഴിച്ച് പീറ്ററിന്റെ വയറ് ബുമ്മെന്ന് വീർത്തു വന്നു. ഇപ്പോ വയറുവേദനയും വല്ല വിധനയും വീട്ടിലെത്തിയാ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുയലച്ചൻ പതുക്കെ നടന്ന് വീട്ടിലെത്തി. അപ്പോഴേക്കും അമ്മ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു. പീറ്ററിന്റെ അനിയത്തിക്കുട്ടികളോ, അവരെല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് നല്ല ചൂട് ബ്രെഡും ബ്ലാക്ക്ബെറീസും കഴിക്കുന്നു. പീറ്റർ, നീ ആ കൃഷിക്കാരന്റെ തോട്ടത്തിൽ പോയല്ലേ? അമ്മ ദേഷ്യപ്പെട്ട് ചോദിച്ചു. പീറ്റർ ഒന്നും മിണ്ടിയില്ല, തല താഴ്ത്തി നിന്നു. പീറ്ററിനറിയാം, താൻ കള്ളം പറഞ്ഞാലും അമ്മ മിടിക്കുക, അമ്മ കണ്ടുപിടിക്കും താൻ എവിടെയാ പോയെന്ന്. അമ്മ, എനിക്ക് ഭയങ്കര വയറുവേദന, ഞാൻ കുറെ റാഡിഷ് കഴിച്ചു, പീറ്റർ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഇന്ന് നീ ഡിന്നർ കഴിക്കണ്ട, അമ്മ പറഞ്ഞു. അനിയത്തി കുട്ടികൾ ചൂട് ബ്രെഡ് കഴിക്കുന്നത് കണ്ടിട്ട് പീറ്ററിന് കൊതിയായിട്ട് വയ്യ. പക്ഷെ എന്ത് ചെയ്യാം, വയറുവേദന ആയതുകൊണ്ട് ഒന്നും കഴിക്കണ്ടെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അവനൊരു കസേരയിലിരുന്നു. അപ്പോഴുണ്ട് അടുത്ത പ്രശ്നം. പീറ്റർ തുമ്മാൻ തുടങ്ങി. എന്താ കാരണം? ഐസ് വെള്ളത്തിൽ വീണില്ലേ, അങ്ങനെ ജലദോഷവും പിടിച്ചു. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു, വയറുവേദനയും ഇപ്പൊ ജലദോഷവും. ഈ കുറുമ്പൊന്ന് കുറയ്ക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മരുന്നുമായി വന്നു. മരുന്ന് പീറ്ററിന് കൊടുത്തു. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു, പീറ്ററിന് തോന്നി. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? വയറുവേദനയും എടുത്തു, വെള്ളത്തിൽ വീണ് ജലദോഷവും പിടിച്ചു. അമ്മ കൊണ്ടുവന്ന ബ്രെഡും കഴിക്കാൻ പറ്റിയില്ല, ബ്ലാക്ക്ബെറീസും കഴിക്കാൻ പറ്റിയില്ല. അമ്മ പീറ്ററിനെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. ഉമ്മയൊക്കെ കൊടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറക്കി. ഇതാണ് പീറ്റർ എന്ന കുറുമ്പൻ മുയലച്ചന്റെ കഥ. ഇന്നത്തെ കഥയോടൊപ്പം നമുക്ക് പേരുകൾ പറയാനുണ്ട്. രുദ്രിക രാംലാൽ, ഗയാലിക ജാൻ, പ്രണവ്, സാൻവിക ശരത്, റാസി, റൈഷ, ശൗര്യ സരീഷ്, ആഗ്നേയ് ലക്ഷ്, ആരുഷി ഷിജിത്ത്, സന, സെറ, ഹേസൽ വിയാൻ, ആൻ കെ ആകാശ്, വിഘ്ന വിപിൻ, മീനു, ഗായത്രി പത്മ, ഐഡിൻ ആദം, നിവന്യ രഞ്ജിത്ത്, എമിൻ മുഹമ്മദ്, ഡാനീൻ സാറ, ഐസിൻ ആഡം, അമാദ്, നതാനിയൽ മാത്യു ജുവാൻ, പൗർണമി നരേന്ദ്രൻ, ധ്വനി നക്ഷത്ര, കാർത്തിക് വിഹാൻ, കല്യാണി നിഹാര, നരയിൻ മാധവ്, നിഹാര സുജീഷ്, അമേയ. പിന്നെ ഫെബ്രുവരി 20 പിറന്നാൾ ആഘോഷിച്ച അവ്നി, മാർച്ച് 2 പിറന്നാൾ ആഘോഷിച്ച ഇമ ഐറിസ്, മാർച്ച് 3 പിറന്നാൾ ആഘോഷിച്ച തനുശ്രീ കിരൺ, മാർച്ച് 6 പിറന്നാൾ ആഘോഷിച്ച ശ്രീക, മാർച്ച് 20 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന നിളായം ജ്യോതിസ്, മാർച്ച് 22 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന എസീക്കൽ ജോസഫ് ജുവാൻ. ചക്കരക്കുട്ടികളെ, നിങ്ങൾക്ക് പിറന്നാൾ ആശംസകൾ. സ്നേഹമറിയിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും ചക്കരയുമ്മ. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
അതൊന്ന് വായിച്ചേക്കണേ. ടാറ്റാ.